മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് കേക്ക്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ശരിയാവുമോ എന്നറിയത്തില്ല. ഞാനിവിടെ എനിക്ക് മൈക്രോവേവ് ഓവനില്ല, അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ചരുവം, ബിരിയാണി കഴിക്കുന്ന ചരുവം വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലോട്ട്. എന്നിട്ടൊരു റിങ്ങും കൂടെ വെച്ച് അടപ്പെടുത്ത് നമുക്ക് ഇത് ചൂടാക്കാം. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലും പിന്നെ പാല് ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 50 ഗ്രാം ബട്ടറും കൂടെ ഇട്ട് അത് മെൽറ്റ് ആവുന്നത് വരെ, ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ പാലൊന്ന് ചൂടാക്കി എടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ ഈ ഇത് മെൽറ്റാവുന്നത് വരെ ഒന്ന് ചൂടാക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം 1 കപ്പ് മൈദാമാവ്, ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്, അത് ഇതിനകത്ത് വന്നിട്ടില്ല. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടേക്കണേ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാലും ബട്ടറും കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. എന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു ചോക്ലേറ്റ്, ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റ് ഒരു തിളച്ച വെള്ളത്തിൻ്റെ പുറത്ത് ഒരു പാത്രം വെച്ച് അതിൻ്റെ പുറത്ത് ഈ ചോക്ലേറ്റ് വെച്ചൊന്ന് മെൽറ്റാക്കി എടുത്ത് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ, എനിക്കിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് ബട്ടർ തേച്ച് അത് ഒഴിച്ച് നല്ലപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ പാത്രത്തിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കേക്ക് റെഡിയാവുകയെ. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.